ഹലോ നമസ്തേ സ്വന്തങ്ങളെ. പിന്നെ ഇന്ന് കുറേ ലേറ്റായി. ഇപ്പം ഞാൻ സമയം 5:55. കുറേ അലച്ചിലും തിരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ 2 സംഭവങ്ങൾ കണ്ടോ? ചുക്ക് കാപ്പി ഒന്നിതാ ഡ്രാഗൺ ഫ്രൂട്ട്. നല്ല കോമ്പിനേഷൻ അല്ലേ? ചുക്ക് കാപ്പിയും ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസും അല്ലേ? അടിപൊളി. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകാണ്ടേനു, ഹോസ്പിറ്റലിൽ പോകാണ്ടേനു. പിന്നെ ഇനിയിപ്പോൾ കുറേ പണികൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ 2 ഐറ്റം ഉണ്ടാക്കിയതുകൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 1-2 മിനിറ്റ് സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും എവിടെ പോയി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കിയത് 2 ദിവസമായിട്ട് ഏട്ടന് സുഖമില്ല. അപ്പം ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചെടികളൊന്നും കാര്യമായിട്ട് ആക്കിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഉള്ളതിപ്പോൾ നുള്ളി പെറുക്കിയും കണ്ട് കുറച്ച് തുളസി, മറ്റേ പനിക്കൂർക്ക അങ്ങനെയൊക്കെ എടുത്തും കണ്ടിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ കൊറോണ സമയത്ത് പോലും കഴിച്ചിലാക്കി തന്ന നമ്മുടെ ചുക്ക് കാപ്പിയാണ്. ചുറ്റും കൊറോണ. ഞങ്ങൾ കോട്ടേഴ്സിലാണ്. ഒരു മതിലിൻ്റെ വ്യത്യാസമുള്ളൂ, ഒരു ചുമരിൻ്റെ വ്യത്യാസമുള്ളൂ. കോട്ടേഴ്സൊക്കെ അങ്ങനെയല്ലേ. അന്നപ്പോൾ അടുത്തുള്ള വീടുകൾക്കൊക്കെ കൊറോണ. പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ. എന്തിന് അബദ്ധത്തിൽ പോലും ഞാൻ കൊറോണ വാർഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ കഴിച്ചിലാക്കി. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവണമല്ലോ. നമ്മൾ ഹെൽത്ത് നല്ല കണ്ടീഷൻ ആയിരിക്കണം. എന്താ പറയുക, രോഗപ്രതിരോധ ശേഷിയൊക്കെ വേണം. ഞാൻ ആരോടും പറയും, നല്ലോണം രസം ഉണ്ടാക്കി കഴിച്ചോ, പിന്നെ ഇങ്ങനെ ചുക്ക് കാപ്പി കുടിച്ചോ, കുറേ മഞ്ഞളൊക്കെ വീങ്ങിക്കോ എന്നൊക്കെ പറയും. പക്ഷെ ചുക്ക് കാപ്പി ഏറ്റവും നല്ലതാണ്. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല. മഞ്ഞൾ കഷ്ണം ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിലില്ല, അപ്പോൾ ചേർത്തിട്ടില്ല. ഞാനിതിൻ്റെ വീഡിയോ ഇടും കേട്ടോ. നിർബന്ധം ഞാൻ പറയില്ല, പക്ഷേ വീട്ടിലുണ്ടാക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അത് ഞാൻ നിർബന്ധം പറയും. കാണാത്തതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷേ ഇത് കുടിക്കണം, ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കണം എന്ന് ഞാനത് നിർബന്ധം പറയും. നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണുന്നില്ലേ, തുളസിയേട്ടനൊക്കെ ഇത് ചേട്ടന് കൊടുക്കണം. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് എന്തിനാണ് ഉണ്ടാക്കിയപ്പോൾ എന്ന് വിചാരിക്കില്ലേ? ഇത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നു. 3-4 ദിവസമായിട്ട് വാങ്ങി വെച്ചിരിക്കുക. പിള്ളേർക്ക് ജ്യൂസ് അടിക്കണം. ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചില്ല, ഇതിൻ്റെ വെള്ള കഴിച്ചിട്ടുണ്ട്. അത് തന്നെ വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവന്നതൊന്നുമല്ല. ഏച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ കഴിച്ചതാട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയ സമയത്ത് ഇത് കണ്ടപ്പോൾ വാങ്ങിച്ച്. അവർ പറഞ്ഞു നല്ലതാ, മധുരം ഉണ്ട് എന്നൊക്കെ. പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് കാര്യമായിട്ട് അറിയില്ലല്ലോ. വാങ്ങിയതോ, കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാക്കിയിട്ട്. ജ്യൂസും ഞാൻ വീഡിയോ ഇതാക്കി. നമ്മൾ സാധാരണക്കാർ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുക. പിന്നെ കുറച്ചൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ ഇട്ടിക്കണം മക്കൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ സൈഡോട്ട് വെക്കട്ടെ. എന്നപ്പോൾ ഇനിയിപ്പോൾ ചുക്ക് കാപ്പി ഏട്ടന് കൊടുക്കണം. ഏട്ടന് ജ്യൂസ് കൊടുക്കും കേട്ടോ. അങ്ങനെ ജ്യൂസ് കൊടുക്കാനൊന്നുമില്ല, കൊടുക്കും തണുപ്പ് വിട്ടിട്ട്. നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ഓരോരോ ഐറ്റം തിന്നുമ്പോൾ വീട്ടിൽ ഒരാൾക്കായിട്ട് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ കൊടുക്കും, തണുപ്പ് വിട്ടിട്ട് കൊടുക്കും. ജസ്റ്റ് വെള്ളം കുടിക്കുന്ന മാതിരി കുടിച്ചാൽ മതിയല്ലോ. അപ്പം ചുക്ക് കാപ്പി മസ്റ്റാണേ, ഉണ്ടാക്കണം. നിങ്ങൾ വീഡിയോ കണ്ടാലും ശരി, കണ്ടില്ലേലും ശരി. പക്ഷെ ചുക്ക് കാപ്പി ഉണ്ടാക്കേണ്ടി കേട്ടോ. അത് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കണം, അതാരായാലും. പിന്നെ ഇവിടെ ഈ വീഡിയോൻ്റെ ഏച്ചിമാരോ അല്ലെങ്കിൽ എന്താ പറയുക, ആരായാലും എൻ്റെ അനിയത്തിമാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള കുഞ്ഞു കൈവൈദ്യം അറിയുകയാണെങ്കിൽ അത്രയും നന്ന്. പിന്നെ ഇന്നെന്താ പറയാനുള്ളത്? ഇന്ന് കൂടുതലൊന്നും പറയാനില്ല, കുറേ പണികളുണ്ട് കിടക്കുന്നത്. എന്നാലും പറയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആഗ്രഹം നിരസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒഴിവാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇന്ത്യ ഇവിടെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ തന്നെ ഏട്ടന് ഇപ്പോൾ പനിയാണെന്ന് വിചാരിച്ചിട്ട് മക്കളിപ്പോൾ ഇങ്ങനെ കാത്തുത്തിരുന്നെങ്കിൽ ആ ഫ്രൂട്ട്സ് പിന്നെ എടുത്ത് കളയേണ്ടി വരും. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അത് കാരണം ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചത് തണുപ്പ് വിട്ടാൽ ഏട്ടന് കഴിക്കാം, തണുപ്പോടെ പിള്ളേർക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും നടന്നേ. അപ്പോൾ സൊല്യൂഷൻ ഉണ്ട് എവിടെ? നമുക്ക് എല്ലാത്തിൻ്റെതായ സൊല്യൂഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ എന്താ പറയുക, അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ആഗ്രഹവും നടക്കും, അവരും അവരെ വഴിക്ക് പോയിക്കോട്ടെ, അത്ര തന്നെ അല്ലേ? പിന്നെ എന്താ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാനൊരു കാര്യം ഇതുകൂടി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മിക്ക വീഡിയോസ് രാവിലെ ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ആയിരിക്കും ഗുഡ് നൈറ്റ് പറയേണ്ട സമയത്തേക്ക് എത്താം. ഇതൊന്നും ഉണ്ടായിട്ടില്ല.
പട്ടിക്കാട്ടിലാണ് നിൽക്കുന്നത് പറയല്ല കേട്ടോ, കുറച്ച് നല്ല ഉള്ളോട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്ന സംഭവമല്ല. ഇപ്പോൾ രാത്രിയല്ലേ, ചിലപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞെടുക്ക്, നിങ്ങൾക്ക് രാവിലെ കിട്ടും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് സംഭവം അതൊന്നുമല്ല. ഒന്നാമത് ഇത് കറങ്ങി റേഞ്ച് കറങ്ങിയിട്ട് എവിടെയും തല കറങ്ങി വീണിട്ടില്ലെങ്കിൽ എത്തേണ്ടോടത്തിലെത്തും, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഡ്രോപ്പായി ഫെയിലായി അവിടെ കിടക്കും. അപ്പം നമ്മൾ പിന്നെ കേൾക്കാൻ അറിയാം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ ശരി കേട്ടോ, ഞാൻ പോകുന്നേ, ബൈ.